ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് തമ്മിൽ കണ്ടുപോലെ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഞങ്ങളുടെ സൺഡേസ് എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചുമ്മാ ഒരു വ്ളോഗ്. ഓക്കെ, എല്ലാ സൺഡേസും ഏകദേശം എല്ലാം സെയിമായിട്ടാണ് പോകുന്നത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. സോ ഇന്നത്തെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ രാവിലെ എണീറ്റ ഉടനെ ഞാൻ എന്തെങ്കിലും ഒന്നിൽ ചൂടുവെള്ളം അല്ല ജീരകവെള്ളം അങ്ങനെ എന്തെങ്കിലും ഞാൻ കുടിക്കും. ഇന്നിപ്പോൾ രാവിലെ എണീറ്റത് പ്രവീണാണ്. സോ പ്രവീൺ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി എടുത്ത് കുടിച്ച് ഇപ്പം ബാത്റൂമിലോട്ട് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ജീരകവെള്ളം ഒരു ഗ്ലാസ് ജീരകവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് റിയ ഒക്കെ എണീറ്റിട്ടുണ്ട്. ഇന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് റിയ ഒക്കെ വിളിക്കാണ്ട് തന്നെ എണീറ്റിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ജീരകവെള്ളം ആവട്ടെ. ഓക്കെ, റിയ, വാട്ട് ആർ യു ഡൂയിങ്? മുടി കെട്ടുവാണോ? പ്രാൺ നല്ല ഉറക്കമാണ് ഗൈസ്, പ്രാൺ നല്ല അടിപൊളി ഉറക്കമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാലും പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. കാരണം ഇന്നലെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. സോ അത് വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എല്ലാ സൺഡേസും ഞങ്ങൾ ബ്രെഡും മുട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ആഴ്ചയായിട്ട് റിയ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബ്രെഡും മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവളും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഈവനിങ്ങിൽ പുറത്ത് പോകണം. അങ്ങനെയായിട്ടൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സൺഡേ. ഓക്കെ, പിന്നെ സ്കൂൾ തുറക്കാറായി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ലേറ്റായിട്ടേ എണീക്കാറുള്ളൂ. ഈ വർക്കിംഗ് ഡേ ഒക്കെ ഉള്ളപ്പം രാവിലെ 4:30 കഴിയുമ്പോഴത്തേനും ഞാൻ എണീക്കും. ഓക്കെ, അപ്പം അവധിയുള്ള ദിവസങ്ങളിൽ 10 മണി 11 മണിയൊക്കെ ആവും. ഇന്നിപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും ലേറ്റായിട്ട് തന്നെയാണ് എണീക്കുന്നത്. പക്ഷെ ഇന്നലെ പുറത്ത് പോയി വന്നതിന് ശേഷം ഭയങ്കര ലേറ്റായിട്ടാണ് തുടങ്ങിയത്. 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റത്. എല്ലാ ദിവസവും ലേറ്റായിട്ടാണ് എണീക്കുന്നത് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതിന് ശേഷം ക്ലിപ്പ് എവിടെയാണ് എനിക്കറിയത്തില്ല, അതിൻ്റെ ക്ലിപ്പ് എവിടെയാണ് വെച്ചേക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം ആയോ നോക്കട്ടെ. വെള്ളം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പം റിയ വരുമ്പോൾ ബ്രെഡ്, പിന്നെ ബ്രെഡ്, മുട്ട, പിന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഗീ. അപ്പോൾ നമ്മുടെ ജീരകവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് പ്ലേറ്റ് എടുത്ത് വെക്കാം. നീ ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കണ്ടേ? Guys, it's a new watch. New watch. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി എടുത്തിട്ട് 1 മിനിറ്റ് കേട്ടോ. സോ ഗൈസ്, റിയ ഇവിടെ ഇരിപ്പുണ്ട്. ബ്രെഡ്, മുട്ട, ഗീ എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ജീരകവെള്ളം റെഡി ആയിട്ടുണ്ട്. Guys, ടൈം ഞാൻ എൻ്റെ വാച്ച് ഞാൻ കുറേ ദിവസം ജീരകവെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ബ്രെഡ് കഴിക്കുന്നില്ല. ഓക്കെ, ഞാൻ കഴിക്കാനുള്ള ടൈമും ആയിട്ട് ഞാൻ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ. ഡയറ്റ് ഓൾവേസ് ഡയറ്റ്.
comment down below to subscribe. അവിടെ ആക്കരുത്. Sorry, mommy. Sorry, mom. Sorry, so sorry. നമുക്ക് 2 മുട്ട പുഴുങ്ങാനായിട്ട് ഓക്കെ. അതിന് മറന്നു ഒരു അത്ര അളിച്ചു തേക്കല്ലേ, പറഞ്ഞിട്ടില്ല ഇത്ര ഹാർഡായിട്ട് തേക്കല്ലേ. അപ്പോൾ ഇതാണ് റിയ എന്നെ ഹെൽപ്പ് ചെയ്യും. ഗീ ഇങ്ങനെ തേക്കും. എടി ഒത്തിരി അങ്ങ് ഇതായിട്ട് തേക്കരുത്, ലൈറ്റായിട്ട് തേച്ചാൽ മതി. ഓക്കെ, അവളിങ്ങനെ തേച്ച് വെക്കും, ഞാനിവിടെ ഇരുന്ന് ടോസ്റ്റ് ചെയ്യും. മുട്ട ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, ബ്രെഡ് ടോസ്റ്റ് ഇവിടെ ആവുന്നുണ്ട്. അങ്ങനെ അവള് ഗീ എല്ലാം തേച്ച് കഴിഞ്ഞു. ഭയങ്കര ഇവിടെ എല്ലാം മെസ്സി ആക്കിയിട്ടേ ഇവള് ചെയ്യുള്ളൂ. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കി ഈയടെ ഓക്കെ. അപ്പോൾ ഒരാൾക്കുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ആളുടെ ആവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്യണ്ടേ? വെയിറ്റ്, ഞാൻ പ്ലേറ്റ് എടുത്തുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 10:30 ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. എന്നാ 2 മുട്ട. പ്രാണനാണ് ഓംലെറ്റ് വരുന്നത്. ഇതാക്ക്. I'm scared. What if everyone's smiling? Okay. I'm scared, guys. പ്ലേറ്റിലോട്ടാക്ക്. അതവിടെ വെച്ചോ. അടുത്തത് പൊട്ടിക്കേ. പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ട് വെക്ക്. അയ്യോ, നീ ആ മുട്ട നീ എന്ത് ആടെ തോടല്ല അതിൻ്റെ ഉള്ളിലായി. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, മുട്ട ഇതാക്കി നിൽക്കി. ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് തരാം, എന്നിട്ട് നീ ബീറ്റ് ചെയ്തോ. ഗൈസ്, ഇത് ഞാൻ എടുക്കാൻ പോയിരുന്നു. ഇത് കളഞ്ഞു പോയി. ഏയ്, എന്നിട്ട് തല മാറ്റിക്ക്. എന്തിനാ കുരുമുളക് പെപ്പർ എന്ന് പറഞ്ഞാൽ മതി. പെപ്പർ ഇതിനെ പെപ്പർ കുട്ടൻ. ഓക്കെ, ബീറ്റ് ചെയ്തോ. ഇങ്ങോട്ട് നോക്കി ബീറ്റ് ചെയ്യ ശരിക്ക്. ഓക്കെ, അപ്പം മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നീ പീനട്ട് തേക്ക്. ഒരു സൈഡിൽ തേച്ചാൽ മതി കേട്ടോ അച്ഛനെ. ഓക്കെ, ഒരു സൈഡിൽ തേച്ചിട്ട് മറ്റേ സൈഡ് അടയ്ക്കുക. ഓക്കെ, മുട്ട ആയിട്ടുണ്ട്. അയ്യോ ചൂടാ, പുക 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 പുക. ഓക്കെ, അത് പീനട്ടാണ്, അല്ലാണ്ട് വേറൊന്നും അല്ല. പീനട്ടിന്റെ പീസസ് ആണ് അത്. ആണല്ലോ, നീ ഒരെണ്ണം എടുത്ത് വായ വെച്ച് നോക്ക, അപ്പൊ നിനക്ക് മനസ്സിലാവും. അയ്യടാ, പല്ലൊക്കെ തേച്ച് പോടിയായിരുന്നു കള്ളി. ഇങ്ങിപ്പോഴും ഗൗരി ഡ്രസ് വെച്ചോ. ഒരു മജ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. കൂളിംഗ് ഗ്ലാസ് മാറ്റേ.
ടൻ 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 ടൻ. ഇത് ഞാൻ ഇടണോ വേണ്ടോ എന്ന് ആലോചിക്കട്ടെ ഈ ഒരു ഭാഗം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറെ കാലമായിട്ട് ബ്രെഡും പിന്നെ എന്തെന്നാ ജാമ് തേക്കല്, അല്ലെങ്കിൽ പീനട്ട്, അല്ലെങ്കിൽ ന്യൂട്രല്ല. എന്റെ രാജകുമാരിയാണ് എനിക്ക് തേച്ച് തരിക. എന്റെ രാജകുമാരിയാണിത്. അത് ഇനി എന്റെ വായിൽ വെച്ച് തേക്കരുതിട്ടാ. ഇത് ചില രാജകുമാരിയാണ്. അപ്പൊ ഇനി റിയ ചെയ്യാൻ പോകുന്നത് അവളുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അതിൽ അവള് ന്യൂട്രലൈൻ തേക്കും, പ്ലസ് ഈ 2 മുട്ട പൊട്ടിച്ച് തരികയും ചെയ്യും അല്ലേ. ആണ്ട് അടുത്ത കൂളിംഗ് ഗ്ലാസ് ഇട്ടോണ്ട് വന്ന ആള് ഇപ്പൊ ജസ്റ്റ് നൗ എണീറ്റതേ ഉള്ളൂ. ഇത് ആരുടെ ആയിരുന്നു ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടോണ്ട് വരുന്ന ഐഡിയ പറഞ്ഞത്? വേറെ ഒരു പണിയും ഇല്ല അല്ലയോ? പോയി പല്ല് തേക്കണേ. ഓക്കെ, ഇത് പൊളിക്കും. ജിമ്മ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് രാവിലെ ചെല്ലേ പോയി ഓക്കെ, ഗോ ബ്രഷ് യുവർ ടീത്ത്. അത് മുട്ട പൊട്ടിക്കും. ഓക്കെ, അയ്യോ കുഞ്ഞിക്കൈ വെച്ചിട്ട് പൊളിക്കല്. ഏട്ടാ ഒന്ന് നോക്കി, ഒന്നുകൂടെ ഒന്ന് ചിരിച്ചേ. കൊന്ത്രക്ക പല്ല് വെച്ചിട്ട്. തൊലി തൊലിയല്ല, തോട്. ഓക്കെ ഓക്കെ, അത് ഇതില് അച്ഛൻ്റെ പ്ലേറ്റ്. ഓക്കെ, സോ പ്രവീണിന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നീ ചായയും കൂടി ഇതാക്കണം. നീ നിന്റെ ഇതില് ന്യൂട്രല തേക്കിട്ട. ഏയ് അടി. ഓക്കെ, അതിൽ തേക്കിട്ടാ. തേക്ക്. അയ്യേ നല്ല ക്രിസ്പി ഗൈസ്. ആണ്ട അതിലൊക്കെ മുട്ടത്തോട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതൊക്കെ തേച്ചിട്ട് വരാവേ. നിങ്ങളൊക്കെ റോബ്ലോക്സ് ഇല്ലേ? തേങ്ങ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് വരാവേ. സോ ഡബിൾ ബുൾസൈ റിയയ്ക്കാണ്. ഇവിടെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. റിയയ്ക്ക് ബുൾസൈ, പ്രാണിന് ഓംലെറ്റ്, പ്രവീണിന് പുഴുങ്ങിയ മുട്ട, എനിക്കും പുഴുങ്ങിയ മുട്ട, ബുൾസൈ, ഇതെല്ലാം 3 ഇഷ്ടമാണ് കേട്ടോ. സോ പ്രാണിന് ഓംലെറ്റ് ആണ് കൂടുതലും ഇഷ്ടം. സോ അതിനാണ് അവന് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചീസ് തേക്കുന്നതിൻ്റെ അംഗമാണ്. ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് അത് ഭയങ്കര ഹാർഡായിട്ട് പ്രവീൺ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ഓക്കെ ഗൈസ്, അമ്മ എൻ്റെ മുട്ട പൊടിച്ചു ചെറുതായിട്ട്. അയ്യോ പാളി അല്ല, എന്നാലും എന്തായാലും നമ്മൾ പൊട്ടിച്ചാ കഴിക്കുന്നത്. സോ പൊട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ, പൊട്ടിയാലും കുഴപ്പമുണ്ട്. അത് എൻ്റെ മുട്ടയാണ്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണം. നിനക്ക് ഞാൻ പൊട്ടിച്ച് അതിൽ സ്പ്രെഡ് ആക്കിയിട്ടല്ലേ തരുന്നത്. എന്തായാലും നമ്മൾ പൊട്ടിക്കണം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാ മുട്ട പൊട്ടിച്ചു, നല്ല പൊട്ടിച്ചു. അപ്പോൾ ബൈ ബൈ. അപ്പോൾ പ്രാണിൻ്റെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ സോ യാ, പ്രാണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിക്കാം.
ഉച്ചയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ സ്മൂതിയാണ് കുടിക്കുന്നത്. ഒരു ഫുൾ റോബസ്റ്റ പഴം വെച്ചിട്ട് നമുക്ക് സ്മൂതി ഉണ്ടാക്കാം. ഓക്കെ, ബദാം എടുക്കാം. ഒരു 6 ഇടാം. 1 2 3 4 5 6. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ഒരു 3 വാൾനട്ട്സ് ഇടാം. ഓക്കെ, വാൾനട്ട് 3 ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ഇത് എന്താണ് ഇതിൻ്റെ പേര്, ഓട്സ്. ഓക്കെ, ഈ ഒരു ചെറിയ സ്പൂണിലാണ് ഞാൻ ഓട്സ് എടുക്കുന്നത്. ഒരു 2 സ്പൂൺ. ഓക്കെ, പിന്നെ കുറച്ച് ബ്ലൂബെറി ഉണ്ട്. സോ അത് നമുക്ക് എടുക്കാം. ഒരു 2 3 കുറച്ച് ഒരു 5-6 ബ്ലൂബെറി. ഇത് നമുക്ക് കഴുകിക്കൊണ്ട് വരാവേ. എന്നിട്ട് ഇതിലിടാം. ഓക്കെ, കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിലിടാം. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാമേ. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. പാലുണ്ട്, പക്ഷേ എനിക്ക് പാല് വേണ്ട, വലിയ താല്പര്യമില്ല. സോ വെള്ളം എടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്മൂതി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് പംകിൻ സീഡ്സും കൂടി ആഡ് ചെയ്യുന്നു. എനിക്ക് ഇടയ്ക്ക് കുറച്ച് കടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് പേര് ഓക്കെ, ഞാൻ കാണിച്ചു തരാമേ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കും. അപ്പോൾ സ്മൂതി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. പാലൊന്നും ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് പാലൊന്നും വലിയ താല്പര്യമില്ല. സോ വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുടിക്കുമ്പോൾ തന്നെ വയറ് നന്നായി നിറയും. പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കണമെന്നോ ഒന്നും തോന്നത്തില്ല. സോ ഇങ്ങനത്തെ സ്മൂതീസാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്രാണ് ഇവിടെ ഹോളിഡേ ഹോംവർക്കാന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഫോണിൽ കളിക്കുന്നുമുണ്ട് ഇല്ലേ? ഒരാള് ടാബിലാണ്. ഹലോ മാഡം, മാഡം പ്രവീൺ പുറത്ത് പോയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് പണിയൊന്നുമില്ല. ഇന്നത്തെ ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്കിന്ന് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗായ്സ്, ഞങ്ങള് എവിടെ പോയി? ഞങ്ങള് ചോറുണ്ണാനുള്ള അയ്യോ ഭൂതം. അതിൽ നീ ഇങ്ങനെ ആക്കണ്ടി വേണ്ട, അല്ലെങ്കിൽ നീ ഒരു ഭൂതമാ. തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുക ഗൈസ്. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പതപ്പിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ബിരിയാണി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ബിരിയാണി വേണ്ട. ഞാൻ ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് കയറ്റിയുണ്ട്. ഇന്ന് ബിരിയാണി വേണ്ട. പകരം ഞാൻ ഒരു ആപ്പിൾ, 1 റെഡ് ആപ്പിളാണ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറയും റോബ്ലോക്സ് ഉണ്ടെങ്കിൽ യൂസർ നെയിം പറയണേ. എനിക്ക് റോബ്ലോക്സ് ഉണ്ട്. ഓക്കെ, സോ പ്രവീൺ പുറത്ത് പോയി വന്നിട്ടുണ്ട്. എന്തെടുക്കുമെന്ന് ഞാൻ കാണിച്ചു തരാവേ. അവിടെ പമ്മിയിരിക്കുകയാണ് ഗൈസ്. സ്മോൾ അടിച്ചോളേ.
മാറ്റാനുള്ള പരിപാടി രണ്ടാളും. അല്ല, നീ എന്തെടുക്കാന്ന് നോക്കാൻ വേണ്ടി എടുത്തതാ. ഇത് ബിയറാണ് ഗൈസ്, ബിയർ. കാണിച്ച ആ ബിയറിന്റെ സംഭവം കുപ്പി തിരുക്കി. യെസ്, കൊറോണ എക്സ്ട്രാ, കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊറോണ ബിയർ കുടിക്കുന്നു. ഓക്കെ, അവിടെ ഒരാൾ ആസ് ഓൾവേസ് അവിടെ ഇരിക്കുന്നു. ഞാൻ ബിരിയാണി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, ബിരിയാണി സെർവ് ചെയ്തു. നമ്മൾ ചിക്കൻ പീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഫുൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റിയയ്ക്ക് ഞാൻ വാരി കൊടുക്കേണ്ടി വരും. ഞാൻ കഴിക്കുന്നത് ഒരു റെഡ് ആപ്പിൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനുണ്ട്, പ്രവീണുണ്ട്, പിന്നെ ബാക്കിൽ റിയ ഇരിപ്പുണ്ട്. ചെറിയ ഉടക്കിലുമാണ് അവളിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാ സൺഡേസും വീട്ടിലേക്കുള്ള ഗ്രോസറീസ് മേടിക്കാൻ പോകും. ഒരാഴ്ചത്തേക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ മേടിച്ച് വെക്കും. പിന്നെ ഇടയ്ക്ക് അങ്ങനെ പുറത്ത് പോയി അത് മേടിക്കുക ഇത് മേടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഫിഷ്, ചിക്കന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടയ്ക്ക് പോയി മേടിക്കത്തുള്ളൂ. അല്ലാത്ത വീട്ടിലുള്ള എല്ലാ ഗ്രോസറി ഐറ്റംസും നമ്മൾ എല്ലാ സൺഡേസും പോയി മേടിച്ച് വെക്കും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു മാളാണ് ഖാൽദിയ മാളിൽ. അപ്പം ഞങ്ങൾ എന്നും എല്ലാ സൺഡേസും പോകുന്ന ഒരു മാളാണ് ഖാൽദിയ മാളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാറുള്ളത്. ആദ്യം നമ്മൾ ഖാൽദിയയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മാള്. സോ അവിടെ പോയി അവിടെ ഫുള്ള് പരിചയമായപ്പം അവിടുന്ന് മേടിക്കുമ്പോഴാണ് നമുക്കതൊരു തൃപ്തിയാവുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറി കോംപ്ലക്സിലോട്ട് മാറിയപ്പോഴാണ് പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കാൻ, കാരണം എപ്പോഴെപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ. സോ കോംപ്ലക്സിലോട്ട് മാറിയപ്പോഴാണ് പിന്നെ നമ്മൾ എല്ലാ സൺഡേസും പോയിട്ട് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഖാൽദിയയിലോട്ട് പോവാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഒക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ ഖാൽദിയ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് തുടർന്ന് വരുന്ന എപ്പിസോഡിൽ വരുന്നതായിരിക്കും. യെസ്. വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഓഫീസിലിട്ടുകൊണ്ട് പോയി. സോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പോയി ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യാനായിരിക്കും. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രവീൺ അത് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൽ പോയിട്ടുണ്ട്. ഈ 3 കളറാണ് നമ്മളെടുത്തത്. പിന്നൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി അകത്ത് കയറിയിട്ടുണ്ട്. അത് ബാഗിലാണ്. കറക്റ്റാ. അപ്പൊ ഇതെല്ലാം ഇനി ഇട്ട് നോക്കണ്ടല്ലോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രോളിയിൽ ഇരിപ്പുണ്ട്. പ്രവീൺ ചിക്കൻ മേടിക്കുകയാണ്. ഇതെല്ലാം
എല്ലാം ചിക്കൻ ഐറ്റംസ്. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കും. അപ്പോൾ അവർ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവർ നമുക്ക് വേണ്ടി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, മീനെടുത്താ ഇത് ഫുള്ള് ഫിഷിൻ്റെ സെക്ഷനാണ്. നമ്മൾ ഫിഷ് മേടിച്ചിട്ടുണ്ട്, അതും കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർ കട്ട് ചെയ്ത് വെക്കും. നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, എനിക്ക് വേണ്ടി. ഗൈസ്, ഇതെല്ലാം ഫുഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഇന്ന് വന്നത് ഭയങ്കര ലേറ്റാട്ടോ, അതുകൊണ്ട് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഉള്ളത് മേടിച്ചുകൊണ്ട് പോവാം തൽക്കാലത്തേക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓൾ ടുഗെദർ മേടിച്ച സാധനം. വിത്ത് റിയെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിതിലെ മതിൽ ചാടി അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ നമുക്കതിൽ വെച്ചുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സൺഡേ വ്ളോഗ്. സൺഡേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. രാവിലെ എണീക്കുക, ബ്രെഡ് മുട്ടയും ആണ് നമ്മുടെ സൺഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കുക്കിംഗ് ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ കുക്കിംഗ് ചെയ്യും, ഇല്ലെങ്കിൽ തലേ ദിവസത്തെ എന്തെങ്കിലും ഉണ്ടാവും, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് രാത്രി നമ്മൾ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകും ഫുഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ ഇപ്പം പ്രവീണിന് ജോലിയുണ്ട്. സോ അവിടെ ചെല്ലുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക, പിന്നെ രാവിലെ എണീറ്റിട്ട് പണികൾ തുടങ്ങാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഐ ഹോപ്പ് എന്താടി ഓക്കെ. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സൺഡേ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.